കുറച്ചധികം ടെൻഷനായി, നാടൻ ഭാഷയെ പറഞ്ഞാൽ ടെൻഷനടിച്ച് പണ്ടാറടങ്ങിയ ഒരു 2 ദിവസമായിരുന്നു കേട്ടോ. നമ്മളൊരു 2 കോഴിക്കാർപ്പിൻ്റെ പാരൻസിനെ ബുക്ക് ചെയ്തിരുന്നു. അതിനെടുക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ദിവസം മുന്നേ ബുക്ക് ചെയ്തതായിരുന്നു. ഇതാണ് ബോക്സ്. ഇത് റെയിൽവേൻ്റെ ചെറിയ മിസ്റ്റേക്കും അതേപോലെ ബുക്കിങ്ങിൻ്റെ ചെറിയ പ്രശ്നവും കാരണം 3 ദിവസം ട്രെയിനിൽ അങ്ങോളം ഇങ്ങോളം ഓടി അവസാനം നമ്മളെ കയ്യിലെത്തി. അങ്ങനെ ഫാമിലെത്തിയപ്പോൾ ബോക്സൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്, ചെറിയ വെള്ളത്തിന് ലീക്കുണ്ട്. വലിയ ഫിഷാണ്, നമ്മൾ പാരൻസ് ആക്കാൻ വേണ്ടിയിട്ട് എടുത്താൽ. അങ്ങനെ ബോക്സ് പൊട്ടിച്ച് നോക്കി. ബോക്സ് പൊട്ടിച്ച നേരം ഫിഷ് കുഴപ്പമൊന്നുമില്ല, രണ്ടുപേരും നല്ല ആക്റ്റീവാണ് കേട്ടോ. അത്യാവശ്യം നല്ല വില കൊടുത്ത് മേടിച്ച ഫിഷാണ്. നമ്മൾ ഫീമെയിൽസാണ്, പാരൻസ് ആക്കാൻ വേണ്ടി എടുത്തതായിരുന്നു. അങ്ങനെ അവരെ പൊട്ടിച്ചിറക്കണ വീഡിയോ നിങ്ങൾ കാണണം കേട്ടോ. അവരെ പൊട്ടിച്ച് നോക്കിയപ്പോൾ നല്ല ഉഷാറാണ്. അപ്പോൾ ആദ്യത്തെ പ്രക്രിയ നമ്മളെ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ പണിയാണ്. നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊലിപ്പുറത്ത് വല്ല ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് അതാണ് കേട്ടോ. അങ്ങനെ ഇവന്മാരെ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഒരു ടാങ്കിലേക്ക് ആദ്യം ഇറക്കിയിടും. ഒരാഴ്ചയെങ്കിലും ഇവിടെ നിർത്തിയതിൻ്റെ ശേഷം കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള മീനിൻ്റെ കൂടേക്ക് ഇറക്കുള്ളൂ കേട്ടോ. അങ്ങനെ മീനിൻ്റെ സൈസ് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ഫിഷസാണ്, നല്ല സൈസും ഉണ്ട്, നമുക്ക് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. അങ്ങനെ ഇവരെ താൽക്കാലികമായിട്ട് നമ്മളെ ക്വാറൻറ്റൈൻ ടാങ്കിലേക്ക് ഇറക്കി അതിൻ്റെ കൂടെ ആക്രിഫ്ലൈവിൻ എന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിനാണ് ഞാൻ ഈ ഒഴിക്കുന്നത് കേട്ടോ. ഇനി ആക്രിഫ്ലൈവിനെ കുറിച്ച് പറയാം. ആക്രിഫ്ലൈവിൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് സാധനം. ഇത് നമ്മൾ സ്ട്രെസ് റിലീഫിനും ചെറിയ ഫംഗൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ, ചെറുതല്ല നല്ലൊരു മെഡിസിനാണ്. ഇത് നമ്മൾ ഫിഷിനെ പാർസൽ ചെയ്യുന്ന സമയത്തൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സ്ട്രെസ്സ് കുറയും. നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു സാധനം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് പൗഡറായിട്ടും വരും. നമ്മുടെ അക്വേറിയം ഷോപ്പുകളിൽ യെല്ലോ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന സാധനം ഇതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒഴിച്ച് നമ്മൾ ഫിഷിനെ ഇറക്കിയിട്ടുണ്ട്. ഇനി ഇവന്മാരൊന്ന് സെറ്റ് ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരാഴ്ച എന്തായാലും ക്വാറൻറ്റൈനിൽ ഇടണം. അതിന് ശേഷം നമ്മളെ സ്റ്റോക്ക് നമ്മളെ കയ്യിലുള്ള മീനിൻ്റെ കൂടെ ഇടും. പ്രത്യേകം പറയട്ടെ, ഇത് സെയിൽസിനുള്ളതല്ല, നമുക്ക് ആവശ്യം ബ്രീഡ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ ഒന്ന് കൂടാം. ഓക്കെ.